അമേരിക്കയുടെ ബലിപെരുന്നാൾ യുദ്ധം ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ച് അറേബ്യൻ മുസ്ലിം രാജ്യങ്ങൾ രംഗത്ത് വന്നു. ഇതുവരെ സംസാരിക്കാത്ത രാജ്യങ്ങൾ പോലും അമേരിക്കക്കെതിരെ ഇത്തരം നയങ്ങളോടും നിലപാടുകളോടും സമീപനത്തോടും യോജിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളിടത്താണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പരസ്യമായിരിക്കുന്ന ഒരു നിലപാടല്ല. വല്ലാതെ വൈകാതെ തന്നെ ഇറാനെ ആക്രമിക്കണം, അതിൻ്റെ സംഹാര താണ്ഡവം എന്നൊക്കെയാണ് അതിൻ്റെ ഇറാൻ്റെ പ്രവൃത്തിയെ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. അതില്ലാതാക്കണം, പ്രോക്സികളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ സൈനിക ശേഷി ഇല്ലാതാക്കണം. അതിന് യുദ്ധമല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല. ഇടവേള നീണ്ടുപോയാൽ അതിനനുസരിച്ച് ഓരോരോ ദിവസം എന്നല്ല പറയുക, ഓരോരോ നിമിഷവും ഇറാൻ ശക്തി സംഭരിക്കും. അങ്ങനെ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ പ്രയാസത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും നമ്മളെ എത്തിക്കും. നമ്മളെന്ന് പറയുന്ന സമയത്ത് ഇസ്രായേൽ അമേരിക്കയോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അത് ഇല്ലാതാക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഈ അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നത്, ബലിപെരുന്നാൾ ദിവസം അവിടെ ഒരു ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ശക്തമായിരിക്കുന്ന ആക്രമണമാവണം. എന്നിട്ട് എന്ത് ചെയ്യണം? പെട്ടെന്ന് പിന്മാറുകയും വേണം എന്ന തരത്തിലാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ സർവ്വ മേഖലയെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്മാറുന്നു എന്ന ഒരു ഖ്യാതി സൃഷ്ടിച്ചുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ച്, അതായത് ഇറാൻ്റെ ചുറ്റുഭാഗത്തുള്ള മേഖല കേന്ദ്രീകരിച്ച് ഹോർമൂസ് കടൽ, അറേബ്യൻ കടൽ, അവിടെയുള്ള നങ്കൂരമിട്ട കപ്പൽ, സൈനികർ എല്ലാവരും കൂട്ടത്തോടു കൂടി പിൻവലിക്കുക എന്നൊരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ബലിപെരുന്നാളിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമാനമായിരിക്കുന്ന ഒരു പ്രവൃത്തി കൊണ്ട് അധീശത്വമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ഇറാഖിലാണ്. അതേ തന്ത്രം ഇവിടെയും പ്രയോഗിക്കുക എന്നുള്ളതാണ്. 2006 ഡിസംബർ 30 ഇതുപോലൊരു ബലിപെരുന്നാൾ ദിവസത്തിൽ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റത്. ഭരണം അട്ടിമറിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ സ്ഥായിയായിരിക്കുന്ന ഒരു വിജയപ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തും ഉണ്ടായത്. അന്ന് ജൂനിയർ ജോർജ് ബുഷാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. ആ സമയത്ത് അവർ പ്രഖ്യാപനം ഉണ്ടായത് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റതിന് ശേഷമാണ്. ആ തൂക്കിലേറ്റ് അത് വലിയ രീതിയിലുള്ള ആഹ്ലാദത്തോടു കൂടിയാണ് ജോർജ് ബുഷ് ആഘോഷിക്കപ്പെട്ടത്. അതിൽ ആനന്ദ നൃത്തം ചവിട്ടി എന്നുള്ള രീതിയിലൊക്കെയാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. വിചാരണയായിട്ട് ബന്ധപ്പെട്ട് സദ്ദാം ഹുസൈൻ്റെ വലിയ രീതിയിലുള്ള അഭിമാനപരമായിരിക്കുന്ന പ്രസംഗങ്ങളും മറുപടി പ്രസംഗങ്ങളും ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം വളരെ കൂളായിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്, എനിക്ക് ആയുധം സൂക്ഷിക്കാൻ അധികാരമുണ്ട്, ഞാനാണ് നീതി തീരുമാനിക്കാനുള്ള ഏറ്റവും അവസാനത്തെ വിധികർത്താവ്, അത് ഭരണഘടനയിൽ പറയപ്പെട്ടതാണ്. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് എത്രത്തോളം അധികാരം ഒരു രാജ്യത്തിനുണ്ടോ അത് മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. രാസായുധം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെയായിരുന്നു ആരോപണം. സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റതിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബോഡി താഴെ വെച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ കഴുത്തിൽ മുറി പറ്റി എന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ഷിയ വിഭാഗത്തിൽപ്പെട്ട ആരോ ആയിരിക്കാം അങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് വിവാദമുണ്ടായി. കഴുത്ത് മുറിച്ചു എന്നുള്ളതായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ അത് അവരുടെ ബന്ധുക്കൾക്ക് സദ്ദാം ഹുസൈൻ്റെ മൃതദേഹം വിട്ടുകൊടുത്തു എന്നൊരു പ്രത്യേകത ഉണ്ട്. അങ്ങനത്തെ മയ്യത്ത് നിസ്കാരം, അത് മയ്യത്ത് കുളിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇസ്ലാമികപരമായിരിക്കുന്ന മതാചാര പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ അടക്കം ചെയ്തു. അങ്ങനെയാണ് സദ്ദാം ഹുസൈൻ്റെ വസന്തകാലം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇനി ദുരിതകാലമാണ് എന്നുള്ളതാണ് ആ പക്ഷക്കാരുടെ, അത് തിക്രീത്ത് എന്നാണ് അദ്ദേഹം ജനിച്ചത്. ആ തിക്രീത്ത് നഗര പ്രാന്ത പ്രദേശത്തിലുള്ള ആളുകളുടെ വിവരങ്ങൾ അങ്ങനെയാണ്. ഇപ്പോഴും സദ്ദാം ഹുസൈൻ്റെ ചിത്രങ്ങൾ തന്നെയാണ് പല ഹോട്ടലുകളിലും ആ ദേശത്തുള്ള പല ഭാഗങ്ങളിലും ഉള്ളത് എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ 2006 സദ്ദാം ഹുസൈൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ചരിത്രത്തിൽ കുറച്ച് മാറ്റത്തിരുത്തലുകൾ അമേരിക്ക വരുത്തിയിട്ടുണ്ട്. മരണപ്പെടുന്ന ഇത്തരം രാഷ്ട്ര ഭരണാധികാരികളുടെ മൃതദേഹം വിട്ടു കൊടുക്കേണ്ടതില്ല എന്നുള്ളിടത്തേക്ക് എത്തി. അതിന് അതിൻ്റേതായിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സമയക്കുറവായതുകൊണ്ട് അത് സംസാരിക്കുന്നില്ല. അപ്പോൾ അതിൽ പറയുന്നത്, ഈ ലിബിയയുടെ പ്രസിഡൻ്റായിരുന്ന കേണൽ ഗദ്ദാഫി മരണപ്പെട്ടതിന് ശേഷം, അത് വെടിവെച്ച് കൊന്നാണ്, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി വിട്ടുകൊടുത്തിട്ടില്ല. കുറേ കാരണങ്ങളും കുറേ വിഷയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന സമയം 2006 ഡിസംബർ 30 ബലിപെരുന്നാൾ ദിവസം സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുന്നു. ഇപ്പോൾ 2026 അഥവാ 20 വർഷം കഴിഞ്ഞു. വരാൻ പോകുന്ന മാസം ഈ മാസത്തിൽ 27 അല്ലെങ്കിൽ 28
ബലിപെരുന്നാൾ ഉണ്ടാകുന്നത്. ചില പ്രദേശത്തൊക്കെ ചില രാജ്യത്തൊക്കെ 27-നാണ്, ചിലയിടത്ത് 28-ലാണ്. അങ്ങനെയാണ് അത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കലണ്ടറിൻ്റെ ഇത് ഈ സൗദി അറേബ്യയിലൊക്കെ മാസം കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ മാസം കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ അക്രമം നടത്തുന്ന സമയത്ത് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാകും. മറ്റുള്ളവർക്ക് പ്രയാസം ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നാണല്ലോ. അതിൽ ആനന്ദിക്കുക എന്നുള്ളതാണല്ലോ അമേരിക്ക ഇസ്രായേൽ സാധാരണഗതി ചെയ്യാറുള്ളത്. ഈ ഒരു തന്ത്രം ഇസ്രായേലാണ് പറഞ്ഞു കൊടുത്തത് എന്നും പറയപ്പെടുന്നു. അന്നത്തെ ദിവസം തന്നെ ആക്രമിക്കുക, അല്ലെ തലേ ദിവസം ആക്രമിക്കണം എന്ന തരത്തിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ശത്രുവിൻ്റെ നീക്കുപോക്കുകൾ എങ്ങനെയാണ് എന്ന് കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എതിർ വിഭാഗത്തിന് സാധിക്കുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഇറാൻ ആ സമയത്ത് അമേരിക്കയുടെ നയങ്ങളും നിഴലുപോലെ പിന്തുടർന്നുകൊണ്ട് അവരുടെ കാര്യകാരണങ്ങളും അവരുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നീക്കുപോക്കുകളും രഹസ്യങ്ങളും ചോർത്താൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും ഇറാന് സാധിച്ചിട്ടുണ്ട്. സാധിച്ചു എന്നതുകൊണ്ടാണ് അവർക്ക് വിജയം ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം. അപ്പോൾ അവരെന്ത് ചെയ്യൂ എന്നുള്ളതാണ്. ഇത്തരം ഒരു ആക്രമണത്തെ മുൻകൂട്ടി കാണുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ റൂട്ട് മാറ്റി സഞ്ചരിക്കും. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ അറേബ്യൻ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പോൾ 2 മേഖലാ യുദ്ധം പോലെയൊക്കെയാണ് ഉണ്ടാകുന്നത്. അതായത് അറേബ്യൻ മുസ്ലിം രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ 90% അല്ലെങ്കിൽ 100% എന്ന് പറയാം ഇറാന് സപ്പോർട്ട് തന്നെയാണ്. യുദ്ധത്തിന് ആയുധം കൊടുത്തോ സൈനിക സഹായം നൽകിയോ വലിയ പ്രസ്താവന ഇറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക സഹായങ്ങൾ എപ്പോഴും ഇറാനോടൊപ്പമാണ്. ലോക രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും ഇറാനോടൊപ്പമാണ് എന്നുള്ളത് ഒരു കൃത്യമായിരിക്കുന്ന സത്യമാണ്. അപ്പോൾ ഇറാൻ ചെയ്യുന്ന കാര്യം അതാണ് അതിൽ വിശേഷിക്കുന്നത്. പ്രോക്സി ഗ്രൂപ്പിനെ കൊടുങ്കാറ്റാക്കി മാറ്റും. പിന്നീട് വിശ്രമമില്ലാത്ത ഒരു യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കപ്പെടും. സർവ്വ മേഖലയും ആക്രമിക്കപ്പെടും. ലിസ്റ്റാക്കി എടുത്തുകൊണ്ട് ഓരോരോ ഏരിയയിലേക്കും പ്രത്യേകം വിഭാഗത്തെ വെച്ചുകൊണ്ടുള്ള ആക്രമ പരമ്പര ഇസ്രായേലിലേക്കും അമേരിക്കയുടെ സൈനിക മേഖലയിലേക്കും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ പുറത്തുള്ള അമേരിക്കയുടെ സൈനിക ബേസുള്ള രാഷ്ട്രങ്ങളിലേക്കും അതുണ്ടാവും. 2 തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറാഖും ഇറാനും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറാഖ് എന്ന് പറഞ്ഞാൽ സദ്ദാം ഹുസൈൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ കീഴിലാണ് ആ രാജ്യത്തിലെ എല്ലാ നിയമവ്യവസ്ഥയും, സർക്കാരും സൈനികരും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്ന സംവിധാനം കാര്യമായിട്ടില്ല. സദ്ദാം ഹുസൈൻ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയാണ്. 99.96% വോട്ട് അത് ഒരു പ്രസിഡന്റിനെ തുടർ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിരിക്കുന്ന ഭരണഘടനയിൽ പറയപ്പെട്ടതായതുകൊണ്ട് 6 വർഷമാണ് അവിടെ കാലാവധി. 6 വർഷത്തിന് ശേഷം വീണ്ടും ഇലക്ഷൻ വരും, തിരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ ഈ ഇലക്ഷൻ നടത്തുന്നതും ആ ഇലക്ഷൻ്റെ റിസൾട്ട് പറയുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതും ഈ സദ്ദാം ഹുസൈൻ്റെ ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൻ്റെ കീഴിലുള്ള പ്രത്യേക ഒരു വിഭാഗമാണ്, ഒരു വിങ്ങാണ്. അപ്പോൾ പിന്നെ അതിലൊക്കെ വേണമെങ്കിൽ മാറ്റത്തിരുത്തലൊക്കെ വരുത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ സദ്ദാമിനാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇറാനിലേക്ക് പോകുന്ന സമയത്ത് റൂട്ടിന് മാറ്റമുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ സൈന്യാധിപൻ എന്നോ അല്ലെങ്കിൽ രാജ്യത്തിലെ അവസാനത്തെ വാക്ക് എന്നൊക്കെ പറയുന്ന ആൾ സുപ്രീം ലീഡറായിരിക്കും, ആത്മീയ നേതാവായിരിക്കും. അത് ആയത്തുള്ള അലി ഖംനായിയാണ്. അയാളുടെ കീഴിലാണ് ഒരു ട്രൂപ്പും ഒരു വിങ്ങും ഒരു സംവിധാന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒഴുകി വരുന്നത്. അവിടേക്ക് എത്തും. അപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾ ഇല്ലാതായാലോ അവിടെയാണ് ഇറാഖിൻ്റെയും ഇറാൻ്റെയും ഭരണഘടനയിലുള്ള കാതലായിരിക്കുന്ന മാറ്റം. അത്തരം ഒരു മാറ്റം, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് 48 മണിക്കൂറിനിടയിൽ എങ്കിലും 24 to 48 മണിക്കൂർ അതിനിടയിൽ വളരെ പെട്ടെന്ന് തന്നെ ആത്മീയ നേതാവിനെ തിരഞ്ഞെടുക്കണം. സദ്ദാം ഹുസൈൻ്റെ ഭരണഘടനയിൽ അത്തരം ഒരു പരാമർശമില്ല. പ്രസിഡന്റ് ഇല്ലാതായി പോയാൽ, പെട്ടെന്ന് വെടിയേറ്റ് മരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു ഭരണ സംവിധാനത്തെയോ അല്ലെങ്കിൽ അയാൾക്ക് പകരം ഒരാളെയോ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. സദ്ദാമിന് ശേഷം എന്നുള്ള പ്രയോഗമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല അയാൾക്ക് തുല്യനായിരിക്കുന്ന ഒരാളെ അവിടേക്ക് വളർന്നു വരാൻ സാധിച്ചിട്ടുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ആത്മീയ നേതാവ് ഇല്ലാതാവുന്ന സമയത്ത് പകരം ഒരാൾ വരും, സൈന്യ കമാൻഡർ ഇല്ലാതാവുന്ന സമയത്ത് പകരം ഒരാൾ വരും, അവിടുത്തെ പ്രസിഡന്റ് ഇല്ലാതാവുന്ന സമയത്ത് പകരം ഒരാൾ വരും. വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു ഭരണഘടനാ സംവിധാനം അവിടെ 985 കാലത്തോടു കൂടി ഉണ്ടായി. 79 വിപ്ലവം നടക്കുന്നു, 80 ഭരണം ആരംഭിക്കുന്നു, പിന്നീട് 80 മുതൽ 88 വരെ ഇറാൻ തമ്മിൽ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിനിടയിൽ കൃത്യമായിരിക്കുന്ന ഒരു ഭരണഘടനാ സംവിധാനം അവിടെ നിലവിൽ വരികയും ചെയ്യുന്നു.
അപ്പോൾ ഇറാൻ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇറാനെ വെച്ചുകൊണ്ട് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, ഹൂത്തികൾ, ഹിസ്ബുള്ള ഗ്രൂപ്പ്, പിന്നെ ഇറാഖിലെ മിലീഷ്യ വിഭാഗങ്ങൾ അടക്കമുള്ള ഇറാൻ്റെ പ്രോക്സി വിഭാഗങ്ങൾ അപ്പാടെ യോജിച്ചുകൊണ്ട് സംയുക്തമായിരിക്കുന്ന ഒരു ആക്രമണ പരമ്പര എങ്ങോട്ടെന്നില്ലാതെ, എവിടുന്ന് തുടങ്ങിയെന്നില്ലാതെ, അതിനൊരു അറ്റം കാണാത്ത രീതിയിലും അവസാനിക്കാത്ത രീതിയിലും തുരുതുരാ നടന്നുകൊണ്ടിരിക്കും. കൊടുങ്കാറ്റ് പോലെ, അല്ലെ കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ അത് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ നിലവിലെ യുദ്ധത്തിൻ്റെ സ്വഭാവ രീതി നോക്കുന്ന സമയത്ത് ഇസ്രായേൽ ആക്രമിച്ചാൽ തിരിച്ച് ഇറാൻ ആക്രമിക്കുന്നു, അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ച് ഇറാൻ ആക്രമിക്കുന്നു. അതിന് ഒന്നിന് പകരം ഒന്ന് എന്നുള്ള ഒരു ഇടവേള ഗ്യാപ്പ് വന്നുകൊണ്ടാണ് ആക്രമണ പരമ്പരകളും സ്വഭാവങ്ങളും ഉണ്ടാകുന്നത്. രണ്ടാം ഘട്ടത്തിൽ ആക്രമണം, ഈ പറയപ്പെട്ട ബലിപെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് ഒരു ആക്രമണം ഉണ്ടായാൽ പിന്നീട് ഇൻ്റർവെൽ ഇല്ല എന്നുള്ളത്, ഇടവേളയില്ലാത്ത വിധം നിരന്തരം ഇറാൻ്റെ ഭാഗത്തുനിന്നും പ്രോക്സിൻ്റെ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നും അനന്തമായ രീതിയിലും അലക്ഷ്യമായ രീതിയിലും ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ആ തരത്തിൽ ഈ യുദ്ധത്തിൽ അമേരിക്കയെ പരാജയപ്പെടുത്താനുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യും എന്നുകൂടിയാണ് ഈ ബലിപെരുന്നാൾ പോലെയുള്ള ദിനങ്ങളിൽ ആക്രമിച്ചാൽ അതിനുള്ള തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ വിവരങ്ങൾ ആ ഭാഗത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.